റിഫ്ലെക്സ് ടെക് വേലിയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ രണ്ട് 3-way ബോക്സ് ആണ് ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു 2.1 ആംപ്ലിഫയർ. ഈ കസ്റ്റമർക്ക് ഈ 2.1 ആംപ്ലിഫയറും ഈ രണ്ട് ബോക്സാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒപ്പം സബ് വൂഫറും ഒരു സോണിയുടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലാണ് ആംപ്ലിഫയർ നമ്മൾ 100 സബ് വൂഫർ 200 വാട്ടായിട്ട് ആംപ്ലിഫയർ ചെയ്തത്. ഈ 3-way ബോക്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബോക്സും ഈ 8 ഇഞ്ച് വൂഫറും മാത്രമാണ് നമ്മൾ പുതിയതായിട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന മിഡ് റേഞ്ച് അതുപോലെ തന്നെ ട്യൂട്ടറും ഇതെല്ലാം കസ്റ്റമർ കൊണ്ടുവന്ന് തന്നതാണ്. നെറ്റ്വർക്ക് നമ്മൾ ഇതിനകത്ത് പുതിയത് തന്നെയാണ് 3-way ക്രോസ് ഓവർ ഉപയോഗിച്ചിരിക്കുന്നത്. ട്യൂട്ടർ മിഡ് റേഞ്ചും പഴയ ഫിലിപ്സിൻ്റെയാണ്. അതായത് ഫിലിപ്സ് അന്ന് ഒരു 10-25 കൊല്ലം മുൻപ് ഇറക്കിയിരുന്ന ട്യൂട്ടർ മിഡ് റേഞ്ചാണ്. അപ്പോൾ അത് കളയാതെ സൂക്ഷിച്ച് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബോക്സ് ചെയ്യാനായിട്ട് ആ കസ്റ്റമർ തന്നത്. ഇനി നമുക്ക് ഈ ട്യൂട്ടറിൻ്റെയും മിഡ് റേഞ്ച് അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഊഫർ ഇതിൻ്റെയൊക്കെ ഒന്നും ഡീറ്റെയിൽ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്തു. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്ന ട്യൂട്ടർ വന്നിരിക്കുന്നത്. ഫിലിപ്സിൻ്റെയാണ്. ഏകദേശം ഒരു 10-25 വർഷം മേലെ ഇതിന് പഴക്കമുണ്ട്. നല്ലൊരു ട്യൂട്ടറാണ്. അതായത് അന്നത്തെ കാലത്ത് ഡോം ട്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണ മേടിക്കാൻ കിട്ടിയിരുന്നില്ല. ഫിലിപ്സാണ് അത് ഇറക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് 8 ohmസിൽ 50 വാട്ട്സാണ് വന്നിരിക്കുന്നത്. ഇത് കസ്റ്റമർ കൊണ്ടുവന്നതാണ്. പഴയതാണ്. ആളെ 2 ബോക്സിൽ വെക്കാൻ വേണ്ടിയിട്ട് അത് കൊണ്ടുവന്നു. ഫിലിപ്സിൻ്റെ അത്രയും പഴക്കമുള്ള ഒരു ട്യൂട്ടറാണ്. നല്ലൊരു ക്വാളിറ്റിയും നല്ലൊരു കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതാണ് നമ്മുടെ മിഡ് റേഞ്ച് വന്നിരിക്കുന്നത്. ഇതും ആ കസ്റ്റമർ തന്നെ കൊണ്ടുവന്നതാണ്. അത്രയും ഈ ട്യൂട്ടറിൻ്റെ ഒപ്പം തന്നെ പഴക്കമുണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് 8 ohmസിലാണ് വന്നിരിക്കുന്നത്. വാട്ടേജ് ഇതിനകത്ത് 40 വാട്ട്സാണ്. ഇതും ഫിലിപ്സ് തന്നെയാണ്. അന്നത്തെ കാലത്ത് ഇറങ്ങിയ ഫിലിപ്സിൻ്റെ മിഡ് റേഞ്ചാണ്. ഇതിന് ബാക്ക് ഓപ്പൺ ആണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് ബാക്കിൽ ബോക്സിന് ഒരു പ്രത്യേക ക്യാബിൻ അടിച്ചതിന് ശേഷമാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ മിഡ് റേഞ്ചിൻ്റെ ബാക്ക് ക്ലോസ് ചെയ്തതിൽ ഉള്ളിലൊരു ക്യാബിൻ അടിക്കുന്നത് ചെറുതായിട്ട് ആ രീതിയിൽ വെക്കാവുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഇതും ഫിലിപ്സ് തന്നെയാണ്. അത്രയും പഴക്കമുള്ളതാണ്. അന്ന് ഇറങ്ങിയതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയാണ് ഫിലിപ്സ്. ഇപ്പോൾ കിട്ടാനില്ല. ഈ ഊഫറാണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. ഐവ. ഇത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കുന്നത്. കസ്റ്റമർ തന്നല്ല, നമ്മൾ എടുത്താണ് ബോക്സിനകത്ത് ഫിറ്റ് ചെയ്യുന്നത്. ഇത് 6 ohmസിലാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് എഴുതി 6 ohms ആണ്. 8 ഇഞ്ചിൽ 6 ohms ഊഫർ. ഇതാണ് 2 നമ്മൾ ഈ ബോക്സിനകത്ത് ഈ കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇതും നമ്മൾ മുൻപ് ഉപയോഗിച്ചിട്ടുള്ളതാണ്. അതായത് 8 ഇഞ്ച് ബോക്സിൽ നമ്മൾ സിൽക്ക് ഡോം ട്യൂട്ടറൊക്കെ വെച്ച് 2-way ബോക്സ് 3-way ബോക്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ഇമ്പോർട്ടഡ് ഊഫറാണ്. തായ്ലൻഡ്. ഇത് വന്നിരിക്കുന്നത് 6 ohmസിലാണ് വന്നിരിക്കുന്നത്. ഐവ ഒറിജിനൽ. ഇതാണ് നമ്മൾ ഇതിനകത്ത് ഈ ബോക്സിനകത്ത് ഉപയോഗിക്കാൻ പോകുന്ന 3-way ക്രോസ് ഓവർ. അതായത് നെറ്റ്വർക്ക് വന്നിരിക്കുന്നത് 3-way ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതായത് ബേസിൽ നിന്ന് എഴുതി കൊടുത്ത് ഊഫർ, ട്രിപ്പിളിൽ നിന്ന് എഴുതി കൊടുത്ത് ട്യൂട്ടർ ഉപയോഗിക്കും. മിഡിൽ നിന്ന് എഴുതി കൊടുത്ത് മിഡ് റേഞ്ചിൽ നിന്ന് എഴുതി കൊടുത്ത് നമ്മൾ മിഡാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രൈവറുകളും നെറ്റ്വർക്കും ഇതെല്ലാം നിങ്ങളിപ്പോൾ കണ്ടിരിക്കും. ഓഡിയോ ക്വാളിറ്റി നിങ്ങൾ കേട്ടിരിക്കും. ഓഡിയോയ്ക്ക് എല്ലാ വീഡിയോയിലും പറയാറുള്ള പോലെ തന്നെ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് സിനിമ സോങ്സ് ഇടാത്തത്. ഇതിൻ്റെ ഫിലിം സോങ്സ് ഇട്ടിട്ട് ഞാൻ റീൽസിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ട്. നിങ്ങൾ പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ കൂട്ടുകാരുടെ കയ്യിലൊക്കെ ഇതേപോലെ പഴയ ടൈപ്പ് ഊഫറുകൾ അതുപോലെ തന്നെ മിഡ് റേഞ്ച് ട്യൂട്ടർ ഇതെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോസുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലും നമ്മുടെ ചാനലിൽ വരുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ.
നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.